students, welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിശേഷൻ അഥവാ അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, വിശേഷൻ किसे कहते हैं? फिर और उदाहरण. विशेषण जो शब्द संज्ञा या सर्वनाम की विशेषता बताते हैं उन्हें विशेषण कहते हैं. നൗണിൻ്റെ അല്ലെങ്കിൽ പ്രൊനൗണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തെങ്കിലുമൊക്കെ സവിശേഷത, അത് ഏത് പദം ഉപയോഗിച്ചാണോ സൂചിപ്പിക്കുന്നത് ആ പദത്തിനെയാണ് നമ്മൾ വിശേഷൻ എന്ന് പറയുന്നത്. നൗണിൻ്റെ അല്ലെങ്കിൽ പ്രൊനൗണിൻ്റെ സവിശേഷതകൾ പ്രകടമാക്കുന്ന വാക്കുകളെയാണ് നമ്മൾ വിശേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം സവിശേഷതകൾ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണോ ഉപയോഗിക്കുന്നത്, അതായത് ഏത് സംജ്ഞയ്ക്കാണോ സർവനാമിന് വേണ്ടിയാണോ നമ്മൾ വിശേഷണം ഉപയോഗിക്കുന്നത് അവയെ വിശേഷി എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ വിശേഷണങ്ങളെ ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് പ്രവിശേഷണം എന്ന് അറിയപ്പെടുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പം നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് നല്ലതുപോലെ ക്ലിയർ ആകും. രാം ബഹുത് തേസ് ദൗഡ്താ ഹൈ. ഇതിൽ ഓരോരോ വേർഡും എടുത്തേ. രാം ബഹുത് തേസ് ദൗഡ്താ ഹൈ. രാം എന്താണ് ഇവിടെ? സംജ്ഞയാണ്. അപ്പം രാം എന്ന് പറയുന്ന വ്യക്തി, നൗൺ, ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ ക്രിയ എന്താണ്? ദൗഡ്താ ഹൈ, ഓടുകയാണ് രാം ചെയ്യുന്നത്. അപ്പം ഈ രാമൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതയാണ് ഓടുന്നത്. എല്ലാവരും ഓടും. രാമൻ എങ്ങനെ ഓടും? വളരെ വേഗത്തിൽ ഓടും. അപ്പം വേഗത്തിൽ ഓടുക. അപ്പം തേസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? രാമൻ്റെ കഴിവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. രാമൻ്റെ മാത്രം ഒരു വിശേഷണാണ് എന്തെന്ന് പറയുന്നത്? തേസ് എന്ന് പറയുന്നത്. അപ്പം രാമൻ വേഗത്തിൽ ഓടും, അതൊക്കെ ശരി തന്നെ. അപ്പം ഈ വേഗത്തിൽ തേസ് എന്നുള്ള ആ ഒരു വിശേഷണിനെ ഒന്നുകൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ എന്ത് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ബഹുത്. വെറും തേസ് അല്ല, ബഹുത് തേസ്, വളരെ വേഗത്തിൽ. അപ്പം വിശേഷനായ തേസിനെ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിശേഷനാണ് എന്താണ്? ബഹുത്. അതുകൊണ്ട് തന്നെ ബഹുത് എന്താണ്? പ്രവിശേഷനാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിൽ രാം വിശേഷ്യ, ബഹുത് പ്രവിശേഷൻ और तेज വിശേഷൻ है. ഒരു സംജ്ഞയുടെയോ സർവനാമിൻ്റെയോ വിശേഷണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് വിശേഷൻ. ആ പെർട്ടിക്കുലർ സംജ്ഞ അല്ലെങ്കിൽ സർവനാമിനെയാണ് നമ്മൾ ആ വിശേഷണത്തിൻ്റെ വിശേഷമായി കരുതുന്നത്. ആ വിശേഷണത്തെ, ആ വ്യക്തിയുടെ വിശേഷണത്തെ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി അധികമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ പ്രവിശേഷണം എന്ന് പറയുന്നത്. നമുക്കിനി വിശേഷൻ്റെ പേര് നോക്കാം. വിശേഷനെ മെയിനായിട്ട് 4 ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണവ? ഗുണവാചക് വിശേഷൻ, സംജ്ഞാവാചക് വിശേഷൻ, പരിമാൺവാചക് വിശേഷൻ और സാർവനാമിക് വിശേഷൻ. അപ്പം വിശേഷൻ ഒരു വ്യക്തിയുടെ വിശേഷണത്തെ, സവിശേഷതയെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ആ അത്തരത്തിലുള്ള വിശേഷണങ്ങളെ 4 തരംതിരിച്ചിരിക്കുന്നു. ഗുണവാചക്, സംഖ്യാവാചക്, പരിമാൺവാചക് और സാർവനാമിക്. ഇതിൽ തന്നെ സെക്കൻഡ് ഡിവിഷനായ സംഖ്യാവാചകിനും തേർഡ് ഡിവിഷനായിട്ടുള്ള പരിമാൺ വാചകിനും വേറെ 2 അഡീഷണൽ കാറ്റഗറി ഉണ്ട്. അവയാണ് നിശ്ചിത സംഖ്യാവാചക് ആൻഡ് അനിശ്ചിത് സംഖ്യാവാചക്.
അതുപോലെ തന്നെ നിശ്ചിത് പരിമാൺവാചക് और अनिश्चित परिमाणवाचक। पहला फेद गुणवाचक विशेषण। जिन शब्दों द्वारा संज्ञा के गुण अथवा दोष का बोध होता है उन्हें गुणवाचक विशेषण कहते हैं। ഏതൊരു വേർഡാണോ ഒരു സംഖ്യയുടെ ഗുണത്തിനെ അല്ലെങ്കിൽ ദോഷത്തിനെ സൂചിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ശബ്ദങ്ങളെയാണ് ഗുണവാചക് വിശേഷന്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗുണവാചക് വിശേഷണങ്ങളെ പ്രധാനമായും ഫാവ്, കാൽ, സ്ഥാൻ, ആകാർ, സമയ്, ദശ, രംഗ് ഇവയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഫാവിനകത്ത് നോക്കിക്കേ, അച്ച, ബുര, കായർ, ബൽവാൻ, ദയാല് ഇതുപോലെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വിശേഷണങ്ങളെല്ലാം ഈ ഗുണവാചകിനകത്ത് വരുന്നുണ്ട്. കാൽ, അഗല, പിछला, നയ, പുരാന ആദി. സ്ഥാൻ, ഷഹരി, പഹാടി, പഞ്ചാബി, ഗ്രാമീൺ ആദി. ഇപ്പം പഞ്ചാബി ലട്ക, പഞ്ചാബി ലട്ക. അപ്പം ഈ ലട്കയുടെ അല്ലെങ്കിൽ ലട്കയുടെ എന്താണ് വിശേഷനാണ് ഈ പഞ്ചാബി എന്ന് പറയുന്നത്. അത് സ്ഥാനിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശേഷൻ. ആകാർ, ലംബ, ഊഞ്ച, നീച്ച, സുന്ദർ, ചോട ആദി. ലംബ ആദ്മി എന്ന് പറയുമ്പോഴത്തേക്കും അത് ആ വ്യക്തിയുടെ ആകൃതി കൊണ്ട് ആ വ്യക്തിക്ക് കിട്ടിയ സവിശേഷതയാണ്. അപ്പോൾ അത് ആകാറിൻ്റെ അകത്താണ് വരുന്നത്. അതുപോലെ സമയ്, മാസിക്, ദൈനിക്, സാപ്താഹിക്, ത്രൈമാസിക് ആദി. മാസിക് പത്രിക. മാസിക് പത്രിക എന്ന് പറയുന്നത് ഈ പത്രികയുടെ വിശേഷനാണ് മാസിക്. ആ പത്രിക മാസത്തിൽ ഒരിക്കലേ ഇറങ്ങുകയുള്ളൂ. അപ്പം ആ പത്രികയുടെ ഒരു സവിശേഷതയാണ് മാസിക് എന്നുള്ളത്. അതുപോലെ ദശ, ദുബല, കംസോർ, സ്വസ്ഥ, രോഗി, നിരോഗ് ആദി. രംഗ്, ലാൽ, പീല, നീല, കാല, സഫീദ്. സഫീദ് ചാന്ദ് എന്ന് പറയുമ്പോൾ ചാന്ദിൻ്റെ വിശേഷനാണ് സഫീദ്, വെളുത്തത് എന്നുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത് വരുന്ന മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് സംഖ്യാവാചക് വിശേഷനാണ്. എന്താണ് സംഖ്യാവാചക് വിശേഷൻ? जिन विशेष शब्दों से संज्ञा की संख्या का बोध होता है उन्हें संख्यावाचक विशेषण कहते हैं. അതായത് നൗണിൻ്റെ എണ്ണത്തിനെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങളെയാണ് സംഖ്യാവാചക് വിശേഷണം എന്ന് പറയുന്നത്. ജैसे एक मेज, 4 कुर्सियां, 10 पुस्तकें, कुछ रुपए आदि. സംഖ്യാവാചക് വിശേഷൺ ദോ പ്രകാർ കെ ഹോത്തെ ഹെ. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു സംഖ്യാവാചക് വിശേഷനും പരിമാൺവാചക് വിശേഷണിനും നിശ്ചിത് അനിശ്ചിത് എന്ന് പറയുന്ന രണ്ട് ഭേദം ഉണ്ടെന്ന്. അപ്പം സംഖ്യാവാചക് വിശേഷന്റെ ഭേദം നോക്കിക്കേ. निश्चित संख्यावाचक, जिन विशेषण शब्दों से निश्चित संख्या का बोध होता है उन्हें निश्चित संख्यावाचक विशेषण कहते हैं. जैसे 1, 2, 3, दूसरा आदि. നിശ്ചിത സംഖ്യാവാചകം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുകയാണ്. ആ സംഖ്യ അല്ലെങ്കിൽ സർവനാം എത്ര എണ്ണം ഉണ്ടെന്ന് അതിൻ്റെ കറക്റ്റ് എണ്ണം മെൻഷൻ ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നിശ്ചിത് സംഖ്യാവാചക് വിശേഷൺ എന്ന് പറയുന്നത്. प्रयोग के अनुसार निश्चित संख्यावाचक विशेषण के निम्नांकित प्रकार है. അപ്പോൾ പ്രകാരന്റെ അടിസ്ഥാനത്തിൽ സംഖ്യാവാചക് വിശേഷണങ്ങളെ താഴെ കാണുന്ന രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു. ഗണനാവാചക് വിശേഷൻ, क्रमवाचक विशेषण, आवृत्तिवाचक विशेषण, समुदायवाचक विशेषण और प्रत्येक बोधक विशेषण. ആദ്യത്തേത് ഗണനാവാചക് വിശേഷൻ. ഗണനാവാചക് വിശേഷൻ ഏതൊക്കെയാണ്? 1, 2, 3 എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്യുന്നത്. एक कलम, एक मेज, 2 പുസ്തക അങ്ങനെ പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് എണ്ണത്തെ സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനെയാണ് ഗണനാവാചക് വിശേഷൻ എന്ന് പറയുന്നത്. അടുത്തത് क्रमवाचक विशेषण. जैसे पहला, दूसरा, തീസര. അതായത് ക്രമം, ഒരു നിരയിൽ ഒരു റോയിൽ ക്രമം. ആദ്യത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത് എന്നിങ്ങനെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന
വിശേഷണങ്ങളെയാണ് ക്രമവാചക് വിശേഷൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ആവർത്തിവാചക് വിശേഷൻ. ആവർത്തിവാചക് വിശേഷൻ എന്ന് പറഞ്ഞാൽ ദൂന, തിഗുന, ചൗഗുന എന്നുള്ള ഒരു ഫ്രീക്വൻസിയുടെ അടിസ്ഥാനത്തിൽ വരുന്ന വിശേഷണങ്ങളെയാണ് ആവർത്തിവാചക് വിശേഷൻ എന്നറിയപ്പെടുന്നത്. സമുദായവാചക് വിശേഷൻ. സമുദായവാചക് വിശേഷണം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നത്. 2 പേരും 3 പേരും അവിടെ നിൽക്കുന്നു, അവർ 2 പേരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സമുദായത്തെ വിശേഷിപ്പിക്കുന്നതിനെയാണ് സമുദായവാചക് വിശേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ആർ ദോനോ, ചാരോ, പാഞ്ചോ ആദി. അടുത്തത് പ്രത്യേക ബോധക് വിശേഷൻ. പ്രത്യേക ബോധക് വിശേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വ്യക്തിയെ, ഒരു പ്രത്യേക സംഖ്യ അല്ലെങ്കിൽ സർവനാമിനെ സൂചിപ്പിക്കുന്നു. അതായത് അത് നിശ്ചിത തന്നെയാണ് ഒരു പ്രത്യേകിനെ. എക്സാമ്പിൾ പ്രത്യേക, ഹരേഖ്, ദോദോ എന്ന് പറഞ്ഞ് ഒരു സ്പെസിഫൈ ചെയ്ത് പറയുന്നതിനെയാണ് പ്രത്യേക ബോധക് വിശേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിശ്ചിത സംഖ്യാവാചക് വിശേഷൻ മനസ്സിലായോ? അതായത് സംഖ്യയെ, ഒരു നിശ്ചിത സംഖ്യയെ സൂചിപ്പിക്കുന്ന വിശേഷണങ്ങളെയാണ് നിശ്ചിത സംഖ്യാവാചക് വിശേഷൻ എന്ന് പറയുന്നത്. അത് ഗണനാവാചക്, ക്രമവാചക്, ആവൃത്തിവാചക്, സമുദായവാചക്, പ്രത്യേക ബോധക് എന്നിങ്ങനെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. സംഖ്യാവാചക് സർവനാമിൻ്റെ അടുത്ത ഫേദ് അനിശ്ചിത സംഖ്യാവാചക്. നമ്മുടെ നിശ്ചിത സംഖ്യാവാചകിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അനിശ്ചിത സംഖ്യാവാചക്. എന്താണ്? जिन विशेषण शब्दों से अनिश्चित संख्या का बोध होता है उन्हें अनिश्चित संख्यावाचक विशेषण कहते हैं. അപ്പം വിശേഷണം എന്തിനെയാണ്? സംഖ്യയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. കുറച്ച്, ഇച്ചിരി എന്നൊക്കെ പറഞ്ഞ് ഒരു മെൻഷൻ ചെയ്യാതെ പോകുന്നു. അതിനെയാണ് നമ്മൾ അനിശ്ചിത സംഖ്യാവാചകം എന്ന് പറയുന്നത്. ജൈസെ ദോടെ ആദ്മി കുച്ച് റുപ്പയ, കുച്ച് റുപ്പയ, അത് എത്ര രൂപയാണ് എന്ന് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. 1 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? നിശ്ചിത സംഖ്യാബോധക്കാണ്. आया देखो परिमाणवाचक विशेषण क्या है? जिन विशेषण शब्दों द्वारा संज्ञा की मात्रा यानी नाप तौल का बोध, അതായത് ഏതൊരു വിശേഷനാണോ സംഖ്യ അല്ലെങ്കിൽ സർവനാമിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്നത്, അളവിനെ അല്ലെങ്കിൽ തൂക്കത്തെ സൂചിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള വിശേഷണങ്ങളെയാണ് നമ്മൾ പരിമാണവാചക് വിശേഷണം എന്ന് പറയുന്നത്. ജൈസെ സിർ ദൂത്, തോല ഫിർ സോന, ധോഡ പാനി. അപ്പോൾ ഇവിടെ സിർ ദൂത്, തോല ഫിർ സോന, ധോഡ പാനി ഇവയൊക്കെ എന്താണ്? ഈ ദൂത്, സോന, പാനി എന്നിവയുടെയൊക്കെ അളവിനെ അല്ലെങ്കിൽ തൂക്കത്തിനെ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് പരിമാണവാചക് വിശേഷനായി കണക്കാക്കുന്നു. ആ परिमाणवाचक विशेषण 2 प्रकार के होते हैं. वो है निश्चय परिमाणवाचक विशेषण और अनिश्चय परिमाणवाचक विशेषण. ये निश्चय परिमाणवाचक विशेषण क्या है? जिन विशेषण शब्दों से संज्ञा की निश्चित मात्रा का बोध होता है उन्हें निश्चित परिमाणवाचक विशेषण कहते हैं. സംഖ്യയുടെ നിശ്ചിത കറക്റ്റ് തൂക്കം അല്ലെങ്കിൽ അളവിനെ സ്പെസിഫൈ ചെയ്യുന്ന വിശേഷണിനെയാണ് നിശ്ചിത പരിമാണവാചക് വിശേഷൺ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കിക്കേ. 1 ലിറ്റർ ദൂത്, 1 മീറ്റർ കബ്ദ, 1 കിലോ ആലു. ഇവിടെ കറക്റ്റ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ് 1 ലിറ്റർ, 10 മീറ്റർ, 1 കിലോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നിശ്ചിത പരിമാണവാചക് വിശേഷനാണ്. और अनिश्चित परिमाणवाचक विशेषण जिन विशेषण शब्दों से संज्ञा की अनिश्चित मात्रा का बोध होता है उन्हें अनिश्चित परिमाणवाचक विशेषण कहते हैं.
അതായത് സംഖ്യയുടെ അളവിനെ പറ്റി തന്നെയാണ് ഈ വിശേഷണം പരാമർശിക്കുന്നത്. പക്ഷെ എന്താണ്, കൃത്യമായ അളവിനെ കാണിക്കുന്നില്ല. സംഖ്യയുടെ അളവിനെ പറ്റി പറയുന്നു, പക്ഷെ കൃത്യമായ അളവ് പറയുന്നില്ല. ജാസെ ദോഡ ദൂത് കുച്ച് ഷഹദ് ബഹോത് പാനി. ഇവിടെ ദോഡ കുച്ച് ബഹോത് എന്തിനാണ്, അളവിനെ സൂചിപ്പിക്കുന്നു. പക്ഷെ കറക്റ്റ് കൃത്യമായ അളവിനെ കുറിച്ച് നമുക്ക് ഇതിൽ നിന്നും സൂചന ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ള വിശേഷണിനെയാണ് അനിശ്ചിത പരിമാണവാചക വിശേഷണം എന്നറിയപ്പെടുന്നത്. ഈ നെക്സ്റ്റ് മെയിൻ ഫേദാണ് सार्वनामिक विशेषण. जो सर्वनाम शब्द संज्ञा के लिए विशेषण का काम करते हैं उन्हें सार्वनामिक विशेषण कहते हैं. അതായത് ഇത് സർവനാമാണ്. ഈ വിശേഷണം എന്ന് പറയുന്നത് സർവനാം ശബ്ദമാണ്. പക്ഷെ ആ സർവനാം ശബ്ദം എന്താണ്, അത് സംഖ്യയുടെ കൂടെ സർവനാം ശബ്ദം കൂടെ ഒരു സെന്റൻസിൽ വരുമ്പോൾ സർവനാം ശബ്ദ വിശേഷനായി മാറുന്നു. जैसे वह, यह, जो, कौन, का, क्या, कोई, ऐसी, ऐसा, वैसा आदि. देखो, ये सभी सर्वनाम शब्द संज्ञा शब्दों के पहले प्रयुक्त होकर विशेषण का कार्य करते हैं, इसीलिए इन्हें सर्वनाम विशेषण कहते हैं. जब ये सर्वनाम अकेले प्रयुक्त होते हैं तो सर्वनाम होते हैं. എന്താണ് ഇവിടെ പറയുന്നത്, സാർവനാമിക് വിശേഷണം എന്ന് പറഞ്ഞാൽ സർവനാം തന്നെയാണ്. പക്ഷേ ചില അവസരങ്ങളിൽ ഈ സർവനാം വിശേഷണിൻ്റെ പങ്കും കൂടെ വഹിക്കുന്നു. അത് എങ്ങനെയുള്ള സെൻറ്റൻസിലായിരിക്കും, ഒരു സെൻറ്റൻസിൽ തന്നെ സംജ്ഞയും സർവനാമം ഒരുമിച്ച് വരികയാണെങ്കിൽ, അതായത് സംജ്ഞയ്ക്ക് ठीक पहले സർവനാം प्रयुक्त होता है, സംജ്ഞയ്ക്ക് തൊട്ടു മുമ്പായിട്ട് സർവനാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ സർവനാം എന്താണ്, വിശേഷനാണ്. നോക്കിക്കേ, വോ ലഡ്ക കാംചോർ ഹെ, ആ കുട്ടി കാംചോറാണ്. അപ്പം ലഡ്ക എന്നതാണ് ഇവിടുത്തെ സംജ്ഞ. സംജ്ഞയ്ക്ക് മുമ്പിൽ വന്ന സർവനാമം എന്താണ്, വ. അപ്പം ലഡ്കയുടെ സാർവനാമിക് വിശേഷനാണ് വ. നിങ്ങൾക്ക് മനസ്സിലായോ? അതുപോലെ നോക്കിക്കേ, ഈ പരീക്ഷാർത്ഥിനെ നക്കൽ കീതി, ഈ പരീക്ഷാർത്ഥി കോപ്പി അടിച്ചു. അപ്പം ഇതിൽ പരീക്ഷാർത്ഥിയാണ് എന്ത്, സംജ്ഞ. ആ സംജ്ഞയ്ക്ക് മുമ്പിൽ വന്ന സർവനാമമാണ് ഇസ്. അപ്പം ഈ ഇസ് ഇവിടെ സാർവനാമിക് വിശേഷനായി പ്രവർത്തിക്കുന്നു. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു സെൻറ്റൻസിൽ സർവനാം മാത്രമാണ് വരുന്നതെങ്കിൽ ആ സർവനാം ഒരിക്കലും സർവനാമിക് വിശേഷനല്ല, അത് സർവനാം തന്നെയായിരിക്കും. സംജ്ഞയുടെ ഡ്യൂട്ടി ആയിരിക്കും ആ സർവനാം ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഒരു സെൻറ്റൻസിൽ സംജ്ഞയും സർവനാമും ഒന്നിച്ചു വരികയാണ്, സംജ്ഞയ്ക്ക് മുമ്പായിട്ട് സർവനാം വരികയാണെങ്കിൽ അതിൽ സർവനാം എന്താണ്, സാർവനാമിക് വിശേഷന്റെ ജോലിയാണ് ചെയ്യുന്നത്. ഇനി ഈ വിശേഷണിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കാനുള്ള മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, വിശേഷണിക്ക് അവസ്ഥയെ, വിശേഷണിന് 3 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണവ? മൂലാവസ്ഥ, ഉത്തരാവസ്ഥ और उत्तमावस्था. और इस मूलावस्था क्या है? इसमें तुलना नहीं होती, सामान्य रूप से विशेषता बताई जाती है. അതായത് സിമ്പിളായിട്ട് ഒരു വ്യക്തിയുടെ വിശേഷൻ, ഓലക്ക അച്ഛാ ഹെ, ഓലക്ക ബുറാ ഹെ എന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് ഒരു കുട്ടിയുടെ ഒരു വിശേഷം, ഒരു വ്യക്തിയുടെ ഒരു വിശേഷണം പറയുകയാണെങ്കിൽ അതെന്താണ്, മൂലാവസ്ഥയിലുള്ള വിശേഷനാണ്. അപ്പം നോക്കിക്കേ, എന്താണ് ഈ ഉത്തരാവസ്ഥ? इसमें 2 की तुलना करके एक की अधिकता या न्यूनता दिखाई जाती है. അതായത് 2 വ്യക്തികളെ എടുക്കുന്നു, ഇതിൽ ഒരു വ്യക്തിക്ക് മറ്റേ വ്യക്തിയിൽ നിന്നും കൂടുതലായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ കുറവ്, ഇതിനെ വിശേഷിപ്പിക്കുന്ന, ഇതിനെ ദ്യോതിപ്പിക്കുന്ന വിശേഷനാണ് ഉത്തരാവസ്ഥ. जैसे राम मोहन से अधिक बुद्धिमान है, राम
മോഹനേക്കാളും അധികം ബുദ്ധിമാനാണ്. അപ്പം മോഹന് രാമിനെക്കാട്ടിയും ബുദ്ധി കുറവാണ്. അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന വിശേഷനാണ് ഉത്തരാവസ്ഥയിൽ വരുന്നത്. उत्तमावस्था, इसमें दो से अधिक वस्तुओं फावों की तुलना करके एक से अधिक या न्यून बताया जाता है. അതായത് നമ്മൾ ഉത്തരാവസ്ഥയിൽ രണ്ട് വ്യക്തികളെ എടുത്താണ് കമ്പാരിസൺ നടത്തിയതെങ്കിൽ ഉത്തമാവസ്ഥയിൽ രണ്ടിൽ അധികം ആളുകളെ എടുത്തുകൊണ്ട് ഒരു വ്യക്തിക്ക് അവരെല്ലാവരെക്കാളിലും ഉള്ള ഗുണം അല്ലെങ്കിൽ ദോഷം പ്രകടിപ്പിക്കുന്ന വിശേഷണനെയാണ് നമ്മൾ വിശേഷണന്റെ അവസ്ഥയാണ് നമ്മൾ ഉത്തമാവസ്ഥ എന്ന് പറയുന്നത്. ജैसे सीधा कक्षा में सबसे अधिक चतुर है. സീത ആ ക്ലാസ്സിലേക്ക് വെച്ച് ഏറ്റവും ബുദ്ധിമതിയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ ഒന്നോ രണ്ടോ അല്ല അതിലധികം കുട്ടികളുണ്ട്. അപ്പോൾ അവരെ എല്ലാവരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പം സീത എന്താണ് ഏറ്റവും മുന്നിലാണ്. അപ്പം ഇതിനെയാണ് ഉത്തമാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മൂലാവസ്ഥയിലും ഉത്തരാവസ്ഥയിലും ഉത്തമാവസ്ഥയിലും ഒരു ശബ്ദിന് അല്ലെങ്കിൽ ഒരു വിശേഷണന് സംഭവിക്കുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, കോമൽ കോമൽത്തർ കോമൽത്തം, ഗുരു ഗുരുതർ ഗുരുതം, ബൃഹത് ബൃഹത്തർ ബൃഹത്തം, സുന്ദർ സുന്ദർത്തർ സുന്ദർത്തം. അപ്പം ഒരു വ്യക്തിയെ പറയുമ്പോൾ നമ്മൾ എന്താണ് കോമളെന്നും, രണ്ട് വ്യക്തിയെ പറയുമ്പോൾ കോമൽത്തർ, ഒരാളിൽ നിന്നും മറ്റൊരാൾ കോമൽത്തർ. അതുപോലെ തന്നെ ഉത്തമാവസ്ഥയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ, ഒരു കൂട്ടത്തിലേക്ക് വെച്ച് ഏറ്റവും മുന്നിൽ, അതിൽ കോമൽത്തം ഏറ്റവും ബെസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ സാധാരണ മൂലാവസ്ഥയിൽ നിന്നും ഉത്തരാവസ്ഥയിലേക്ക് വരുമ്പോൾ തർ എന്ന പ്രത്യയവും ഉത്തമാവസ്ഥയിലേക്ക് വരുമ്പോൾ തം എന്ന പ്രത്യയവും ഒരു ശബ്ദിനോടൊപ്പം വരുന്നു. അപ്പോൾ വിശേഷൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിശേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സംജ്ഞ അല്ലെങ്കിൽ സർവനാമിൻ്റെ പ്രത്യേകതകളെ കാണിക്കുന്ന ശബ്ദിനെയാണ് വിശേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ വിശേഷിപ്പിക്കപ്പെട്ട സംജ്ഞ അല്ലെങ്കിൽ സർവനാമാണ് വിശേഷ്യം. വിശേഷണിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്ട്രാ വിശേഷണയാണ് പ്രവിശേഷണം എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് വിശേഷണൻ്റെ മെയിൻ ഡിവിഷൻസ്. 4 മെയിൻ ഡിവിഷൻസ് ഉണ്ട്. ഗുണവാചക്, സംജ്ഞാവാചക്, പരിമാൺവാചക് और സാർവനാമിക. അപ്പം ഈ ഗുണവാചക് എന്താണ്? സംജ്ഞ അല്ലെങ്കിൽ സർവനാമിൻ്റെ ഗുണ അല്ലെങ്കിൽ ദോഷത്തെ കാണിക്കുന്നു. അപ്പം ഇതിൽ നമ്മൾ ഫാവിൻ്റെ അടിസ്ഥാനത്തിലും കാലിൻ്റെ അടിസ്ഥാനത്തിലും സ്ഥാനിൻ്റെ അടിസ്ഥാനത്തിലും ആകാർ, സമയ, ദശ, രംഗ് എന്നിവയൊക്കെ അടിസ്ഥാനത്തിൽ ഗുണവാചക് സർവനാമിനെ പല കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ എന്താണ് പഠിച്ചത്? സംഖ്യാവാചക് സർവനാമ, ഒരു വിശേഷണിനെ സംഖ്യയുടെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് സംഖ്യാവാചക് വിശേഷണം എന്ന് പറയുന്നത്. സംഖ്യാവാചക് വിശേഷണം എന്ന് പറയുന്നത്. ഈ സംഖ്യാവാചക് വിശേഷണിന് 2 ഭേദമുണ്ട്. നിശ്ചിത സംഖ്യാവാചക് വിശേഷണം, അനിശ്ചിത സംഖ്യാവാചക് വിശേഷണം. അപ്പം നിശ്ചിത സംഖ്യാവാചക് വിശേഷൻ കറക്റ്റ് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ആണ് കാണിക്കുന്നതെങ്കിൽ അനിശ്ചിത എന്താണ്? ക്വാണ്ടിറ്റി തന്നെയാണ്, പക്ഷെ അത് കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുപോലെ പരിമാൺവാചക് വിശേഷണം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു വിശേഷൻ, ആ വിശേഷന് എന്തിൻ്റെയാണ്? ഒരു സംഖ്യ അല്ലെങ്കിൽ സർവനാമിൻ്റെ അളവ്, തൂക്കം എന്നിവയെ മെൻഷൻ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന വിശേഷനാണ് പരിമാൺവാചക് വിശേഷണം എന്ന് പറയുന്നത്. സംഖ്യാവാചകിൽ ഉള്ളതുപോലെ തന്നെ പരിമാൺവാചകിലും നിശ്ചിത പരിമാൺവാചകെന്നും അനിശ്ചിത പരിമാൺവാചകെന്നുമുള്ള 2 ഡിവിഷൻസ് ഉണ്ട്. നിശ്ചിതിൽ എന്താണ്? നിശ്ചിതിൽ കറക്റ്റ് അളവ്, കറക്റ്റ് തൂക്കം. അതുപോലെ അനിശ്ചിതിൽ തൂക്കവും അളവും ഒക്കെ തന്നെയാണ് പറയുന്നത്, പക്ഷെ അതിന് ഒരു കറക്റ്റ് എമൗണ്ട് ഇല്ല. മനസ്സിലായ? അപ്പം അങ്ങനെയാണ് ആ ഒരു ഭേദം വരുന്നത്. ഇനി അടുത്ത മെയിൻ ഡിവിഷൻ എന്ന് പറയുന്നത് സാർവനാമിക് വിശേഷൻ. അതായത് ചില അവസരങ്ങളിൽ സർവനാം വിശേഷണൻ്റെ ജോലിയും കൂടെ ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ളപ്പോഴാണ്? ഒരു സെൻറ്റൻസിൽ സംജ്ഞയും സർവനാമും ഒരുമിച്ച് വരുമ്പോൾ, ഈ സംജ്ഞയുടെ തൊട്ട് മുമ്പായിട്ട് സർവനാം വരുമ്പോൾ മിക്കവാറും ആ സർവനാം എന്താണ്? സംജ്ഞയുടെ വിശേഷനായിട്ട് മാറുകയാണ്. അതിനെയാണ് നമ്മൾ സാർവനാമിക് വിശേഷണം എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ വിശേഷണിൻ്റെ അവസ്ഥകൾ പഠിച്ചു. മൂലാവസ്ഥ, ഉത്തരാവസ്ഥ, ഉത്തമാവസ്ഥ. മൂലാവസ്ഥയിലെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു വ്യക്തിക്ക് ഇന്ന ഗുണമുണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ മൂലാവസ്ഥയിലുള്ള വിശേഷണം എന്ന് പറയുന്നത്. ഉത്തരാവസ്ഥയിലാണെങ്കിലോ രണ്ട് വ്യക്തികളെ എടുത്തിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇവനെക്കാട്ടിയും ഇവനിക്ക് ഇതുപോലുള്ള കഴിവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ട് വ്യക്തികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന വിശേഷണിൻ്റെ അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്, ഉത്തരാവസ്ഥയെന്ന് പറയുന്നത്. അപ്പോൾ ഉത്തമാവസ്ഥയിലെ വിശേഷണം എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾക്കിടയിൽ ഒരാൾക്കുള്ള ബെസ്റ്റ് തിങ്ങിനെ കാണിക്കുകയാണ് ഉത്തമാവസ്ഥയിൽ ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ്, അതാണ് ഉത്തമാവസ്ഥ വിശേഷണം എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.